മഹാലക്ഷ്മി അപ്കമിങ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മഹാലക്ഷ്മി ആണെങ്കിൽ കണ്ണനെ വിളിച്ചിട്ട് ഇന്നാണല്ലോ ഓഫീസിൽ എല്ലാവർക്കും സാലറി കൊടുക്കുന്ന ദിവസം കണ്ടിട്ടാ, ഇനിയിപ്പോൾ എല്ലാവർക്കും ഞാനത് അയച്ചു കൊടുത്തിട്ട് പിന്നീട് വിളിക്കാം എന്ന് കണ്ണനോട് സംസാരിക്കുന്നുണ്ട്. കണ്ണൻ പറയുന്നുണ്ട്, ഉണ്ണിക്ക് മാത്രം നീ ആ പൈസ അയച്ചു കൊടുക്കാൻ നിൽക്കേണ്ട മഹാലക്ഷ്മി, അവൻ നിൻ്റെ കയ്യിൽ വന്ന് വാങ്ങിച്ചോട്ടെ, അത് തന്നെയാണ് ഞാൻ അവന് കൊടുക്കുന്ന ഏറ്റവും വലിയൊരു ശിക്ഷ എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ അവൻ ഇഷ്ടപ്പെടില്ല എന്നുള്ള കാര്യം മഹാലക്ഷ്മി പറയുന്നുണ്ട്. അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, അതൊന്നും താൻ നോക്കണ്ടടോ, അവൻ്റെ ഇഷ്ടങ്ങളൊന്നും നമ്മൾ എന്തിനായി അറിയുന്നത് എന്നൊക്കെ കണ്ണനോട് മഹാലക്ഷ്മി കണ്ണനോടും പറയുന്നുണ്ട്. അങ്ങനെ അവരോട് ഒരു സംസാരിച്ച് കഴിഞ്ഞിട്ട് ഉണ്ണിയെ നമ്മുടെ കണ്ണൻ വിളിച്ച് അറിയിക്കുന്നുണ്ട്, പൈസ എന്തായാലും നീ പോയി വാങ്ങിച്ചോണം, അല്ലാതെ നിൻ്റെ അക്കൗണ്ടിലോട്ടൊന്നും അയച്ചു തരാൻ ഇവിടെ ആരുമില്ല എന്നൊക്കെ പറയുമ്പോൾ ഉണ്ണി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതൊക്കെ കരുണയുടെ മുമ്പിൽ എങ്ങനെയാണ് താൻ പറയുന്നത്, അവൾ ഇനിയും വീട്ടിൽ പോയി നിൽക്കുമോ ഇതൊക്കെ ചെയ്താൽ എന്നുള്ള രീതിയിലാണ് നമ്മുടെ ഉണ്ണി ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ. അങ്ങനെ ഉണ്ണിയാണെങ്കിൽ കരുണയോട് സംസാരിക്കുമ്പോൾ കരുണ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ഈ ഒരു നാണക്കേടും കൂടെ മാത്രമേ എനിക്ക് ബാക്കിയുള്ളൂ, എന്തെങ്കിലും നിങ്ങൾ പോയി ചെയ്തോ, എനിക്കൊന്നും അറിയേണ്ട ഉണ്ണിയേട്ടാ, എത്ര പറഞ്ഞാലും നിങ്ങൾക്കത് മനസ്സിലാവില്ലല്ലോ, സ്വന്തമായിട്ട് ഒരു ബിസിനസ്സോ ഒരു പൈസയോ ഇല്ലാത്ത നിങ്ങളെ ആയിപ്പോയി ഞാൻ കല്യാണം കഴിച്ചത്, ആ നിങ്ങളുടെ കുഞ്ഞായിപ്പോയി എൻ്റെ വയറ്റിലുള്ളത് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് കരുണ പോവുകയാണ് ചെയ്യുന്നത്. ഈ ഒരു അപ്കമിങ് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. അപ്പോൾ ബൈ.